ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ വച്ചിട്ടുള്ളത്. സോ അത് കുറച്ച് റിവൈസ് ചെയ്തിട്ട് പോകണം, ബിക്കോസ് നമ്മൾ എഞ്ചിനീയർ ആണല്ലോ. അപ്പോൾ ദേ ആസ്ക് സം ക്വസ്റ്റ്യൻസ്, ദേ എക്സ്പെക്ട് us to know these things. അപ്പോൾ സാർ എനിക്കൊരു PDF അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ. സോ ദാറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. പിന്നെ എൻ്റെ ഹോബിയിൽ ഞാൻ വാച്ചിങ് ടെന്നീസിന് വെച്ചിട്ടുള്ളതുകൊണ്ട് ടെന്നീസിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, വിച്ച് വാസ് ഇൻട്രസ്റ്റിംഗ് ഫോർ മീ ടു ആൻസർ ബിക്കോസ് ഐ എം എ വെരി ആവിഡ് ഫാൻ. സോ അങ്ങനെ വെരി ഇൻട്രസ്റ്റിംഗ് ഇൻ്റർവ്യൂ ആയിരുന്നു. ആൻഡ് they are very cordial, they are very friendly. Balancing your mental health with the preparation is very important, because നമ്മൾ എത്ര പഠിച്ചിട്ടും നമ്മൾ അവിടെ പോയി ടെൻഷൻ അടിച്ചാൽ പ്രിലിംസ് നമ്മൾ അവിടെ തോറ്റു, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ബിക്കോസ് ദിസ് ഇസ് എ മെൻറ്റൽ ഗെയിം ഓൾസോ. അണ്ടർ ദാറ്റ് പ്രഷർ വി ഹാവ് ടു ഡു ദീസ് ക്വസ്റ്റ്യൻസ്. ഞാൻ ജിമ്മിൽ പോകുമായിരുന്നു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് തുടങ്ങിയപ്പോൾ ഞാനതങ്ങ് നിർത്തി. ഫുൾ ടൈം UPSC അത് പഠിക്കാൻ തുടങ്ങി. ഞാൻ ലൈക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ മെയിൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ നല്ലപോലെ വന്നായിരുന്നു. എനിക്ക് എണീറ്റിരുന്ന് പഠിക്കാൻ ഒക്കില്ലായിരുന്നു, കിടന്ന് പഠിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇന്ന് എന്നോട് കൂടെ ലീഡ് IASന്റെ സക്സസ് പോഡിയത്തിലുള്ളത് ഗോപികയാണ്. ഗോപിക ഇത്തവണത്തെ പരീക്ഷയിൽ 185 റാങ്ക് മേടിച്ച് മെഡിക്കുകയാണ്. ഗോപികയുടെ പ്രിപ്പറേഷൻ്റെ ഒരു കഥ നമുക്ക് ഈ കോൺവെർസേഷനിലൂടെ മനസ്സിലാക്കാം. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തത്, എങ്ങനെയാണ് സ്ട്രാറ്റജൈസ് ചെയ്തത് എന്നെല്ലാം. ഗോപികയുടെ ഒരു ഇൻട്രഡക്ഷൻ ഗോപിക തന്നെ പറയുന്നതായിരിക്കും എന്നെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ പേര് ഗോപിക. ഈ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിന് എനിക്ക് റാങ്ക് 185 ആണ്. ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് BTech ആണ് ഇൻ CET. സോ അതിന് ഇൻട്രഡക്ഷനിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിലെങ്ങനെയാണ് ഞാൻ വന്നത് എന്നുള്ളൊരിതാണ്. അപ്പോൾ എനിക്ക് CETയിൽ കഴിഞ്ഞിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടി, വിപ്രോയിൽ വർക്ക് ചെയ്തു. വിപ്രോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ജോബ് where I can feel fulfilled or satisfied എന്ന് എനിക്ക് തോന്നി. സോ ജിയോ പൊളിറ്റിക്സിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സോ എനിക്ക് ഫോറിൻ സർവീസിന് വേണ്ടി ശ്രമിച്ചാൽ കൊള്ളാം എന്ന് തോന്നി. അങ്ങനെ ഞാൻ 8 months വർക്ക് ചെയ്തതിന് ശേഷം റിസൈൻ ചെയ്ത് ഫുൾ ടൈം UPSC പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഗോപിക നമ്മുടെ ഇൻ്റർവ്യൂ ബൂട്ട് ക്യാമ്പിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മുടെ 1-on-1 സെഷൻസിനും തീമാറ്റിക് മോക്കിനും ഒക്കെ പങ്കെടുത്ത ആളാണ് ഗോപിക. ഗോപികയുടെ ഒരു പ്രിപ്പറേഷൻ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഓക്കെ. ആ പ്രിപ്പറേഷൻ്റെ ഒരു ജേർണി ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്തായിരുന്നു പറ്റിയത്, സെക്കൻഡ് അറ്റംപ്റ്റിൽ എന്തായിരുന്നു ഒരു ക്രൂഷ്യൽ ഡിസ്റ്റിങ്വിഷൻ ഫാക്ടർ? ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ഐ തിങ്ക് എല്ലാ ആസ്പിറൻസിനും ഒരു ബിഗിനർ ആസ്പിറൻസിനുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ പ്രിലിംസിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. വി ഫോർഗെറ്റ് ദാറ്റ് UPSC ഈസ് ആക്ച്വലി മെയിൻസ് ആണ് എക്സാം. നമ്മൾ പ്രിലിംസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ സോ ഞാൻ പ്രിലിംസ് നന്നായിട്ട് പഠിച്ചു. ഞാൻ പ്രിലിംസ് ആ വർഷം കുറച്ച് ഡിഫിക്കൽട്ടും ആയിരുന്നു, CSE 2023. സോ ഐ ക്ലിയർഡ് ഇറ്റ് വിത്ത് ഗുഡ് മാർക്സ്. ബട്ട് മെയിൻസ് വന്നപ്പം ഐ സ്ട്രഗിൾഡ് എ ലോട്ട് ടു റൈറ്റ് ഗുഡ് GS ആൻസേഴ്സ് ആൻഡ് അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടിയാണ് എനിക്ക് വന്നത്. സോ ഞാൻ മെയിൻസ് ആ വർഷം ക്ലിയർ ചെയ്തെങ്കിലും ജസ്റ്റ് 12 മാർക്സിനാണ് ക്ലിയർ ചെയ്തതെന്ന് പിന്നെ മാർക്സ് വന്നപ്പോഴാണ് കണ്ടത്. സോ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ എൻ്റെ മെയിൻസ് പ്രിപ്പറേഷനിലാണ് കുറച്ച് ഡിഫറൻസ് വരുത്തിയത്. സോ അവിടെയാണ് എനിക്ക് കുറച്ച് മാർക്കും കൂടിയിട്ടുള്ളത് ദിസ് ടൈം. ഓക്കെ. അപ്പോൾ അതിൽ എന്താ ഈ മെയിൻസിൽ എന്ത് മാറ്റം കൊണ്ടുവന്നത്? സോ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് എനിക്ക് റിസൾട്ട് വന്നതിന് ശേഷം തന്നെ മാർക്ക് ഷീറ്റ് വന്നപ്പോൾ മെയിൻസിലാണ് മാർക്ക് കുറഞ്ഞതെന്ന് മനസ്സിലായി. സോ പ്രിലിംസിനൊരു ബേസ് ഉള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ കുറച്ച് മെയിൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങി. പ്രിലിംസും മെയിൻസും ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കി. സോ ആ ജൂണിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം. സോ ആ ഏപ്രിൽ തൊട്ട് ഞാൻ മെയിൻസിൻ്റെ ആൻസേഴ്സ് അപ്പോഴേ എഴുതി തുടങ്ങി. എൻ്റെ ഓപ്ഷണലിൻ്റെ ഒരു 1/4 ഞാൻ പഠിച്ചു, അതിൻ്റെ ആൻസർ എഴുതി. ആൻഡ് പ്രിലിംസുമായിട്ട് ഓവർലാപ്പ് ഉള്ള സബ്ജക്ട്സ്, ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി ഞാൻ പ്രിലിംസിന് പഠിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ഞാനൊരു 10 ആൻസർ എഴുതും. സോ ദാറ്റ് വുഡ് ആക്ച്വലി ഹെൽപ്പ് മീ ഫോർ മെയിൻസ് ഓൾസോ. ജോഗ്രഫി എഴുതി, പിന്നെ ഞാൻ അതേപോലെ മെയിൻസിൻ്റെ കുറച്ച് ആൻസേഴ്സ് എഴുതി. സോ ദാറ്റ് ആക്ച്വലി ഹെൽപ്പ് മീ വെൻ മെയിൻസ് കെയിം, ബിക്കോസ് കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ട് എനിക്ക് മെയിൻസിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ലൈക്ക് പ്രിലിംസ് കഴിഞ്ഞ ഉടനെ ഞാൻ വെറുതെ ഇരുന്നില്ല, 2 ദിവസം വെറുതെ ഇരുന്നിട്ട് ഞാൻ അപ്പം തന്നെ റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ മെയിൻസ് അങ്ങ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. എനിക്ക് അത്ര ഉറപ്പില്ലായിരുന്നു പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നു, എന്നാലും ഐ ഡിഡ്ന്റ് വേസ്റ്റ് എനി ടൈം. ഐ സ്റ്റാർട്ടഡ് പ്രിപ്പയറിങ് ഫോർ മെയിൻസ്. അതിൽ തന്നെ കുറച്ച് ഡിഫറൻസ് വരുത്തിയെന്ന് വെച്ചാൽ ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ് മോർ എക്സാമ്പിൾസ്, ബിക്കോസ് ബേസിക് പോയിന്റ്സ് എഴുതാൻ എല്ലാ നല്ല ആസ്പിറൻറ്റിനും പറ്റും, ബിക്കോസ് നമ്മളെല്ലാവരും പഠിക്കുന്ന മെറ്റീരിയൽ ആ ബേസിക് പോയിന്റ്സ് ഉണ്ട്. സോ ആ ബേസിക് പോയിന്റ്സിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒരുപാട് എക്സാമ്പിൾസ് പഠിക്കുകയാണ് ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നൊരു ഡിഫറൻസ്. എല്ലാ പോയിന്റിനും ഒരു എക്സാമ്പിൾ എഴുതുക എന്നായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി. പിന്നെ കുറച്ച് സ്റ്റാറ്റ് പഠിക്കാൻ തുടങ്ങി, ബിക്കോസ് ഇൻട്രഡക്ഷനിൽ എനിക്ക് സ്റ്റാറ്റ് എഴുതുന്നതായിരുന്നു. സ്റ്റാറ്റ് അല്ലെങ്കിൽ കോട്ട് പഠിക്കാൻ, കോട്ട്സിനെക്കാളും എനിക്ക് സ്റ്റാറ്റ് പഠിക്കാനായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. പിന്നെ ഡയഗ്രാംസ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ
ഞാൻ പൊതുവേ ഡയഗ്രാം വരയ്ക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. സോ ഞാൻ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ എക്സാമ്പിൾസും സ്റ്റാറ്റും പഠിക്കുകയാണ് ചെയ്തത്. സോ അങ്ങനത്തെ ഒരു അപ്രോച്ചിൽ ഞാൻ ആൻസറിൻ്റെ എൻറിച്ച്മെൻറ്റിനാണ് ഫോക്കസ് ചെയ്തത്. സോ അതായിരിക്കണം ഇപ്രാവശ്യം കൂടിയത്. നമുക്ക് ഈ എക്സാമിൻ്റെ ഓരോ സ്റ്റേജിലേക്കും കുറച്ചും കൂടെ ഒരു മൈക്രോസ്കോപ്പിക് വ്യൂവിലേക്ക് വരാം. പ്രിലിംസ് എക്സാം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പ്രിലിംസ് പാസ്സായ ഒരാളാണ്. സോ വാട്ട് ഈസ് ദാറ്റ് സ്ട്രാറ്റജി ദാറ്റ് ഹെൽപ്സ് എ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ക്രാക്ക് പ്രിലിംസ്? ഫസ്റ്റ് അറ്റംപ്റ്റിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക്സ് സ്ട്രോങ് ആയിരിക്കണം. ബേസിക് കുറച്ച് ബുക്സ് ഉണ്ട്, നമ്മൾ അത് എന്തായാലും പഠിച്ചേക്കണം. സോ ഫോർ എക്സാമ്പിൾ ജോഗ്രഫിയുടെ NCERTs ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആ NCERTs നല്ലപോലെ പഠിക്കുക. പിന്നെ ഏൻഷ്യൻ ആൻഡ് മെഡീവൽ ആണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് തമിഴ്നാട് NCERT ആണ്. സോ ഒരു സോഴ്സിന് തന്നെ മൾട്ടിപ്പിൾ റിവിഷൻസ് ചെയ്യുക. പിന്നെ ഒരു പ്രിലിംസ് ടെസ്റ്റ് സീരീസ്, അത് എവിടുത്തെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആയാലും അതിനെ നമ്മൾ റിലീജിയസ്ലി ഫോളോ ചെയ്യുക. ബിക്കോസ് അത് ചെയ്താലേ നമ്മുടെ പ്രോഗ്രസ് എവിടെയാണ് എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. സോ ഐ തിങ്ക് മോസ്റ്റ് ആസ്പിറൻസിന് പറ്റുന്നതെന്ന് വെച്ചാൽ ഓക്കെ നമുക്ക് പഠിച്ച് തീർന്നിട്ട് എഴുതാം എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ മാറ്റി വയ്ക്കാനിരുന്നാൽ നമ്മൾ ഒരിക്കലും എഴുതൂല. ബിക്കോസ് UPSC എന്നും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ജേണിയാണ്. സോ ലൈക്ക് ഞാൻ എത്ര പഠിച്ചാലും ആ സൺഡേ ഒരു പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഉണ്ടെങ്കിൽ ഐ വുഡ് റൈറ്റ് ഇറ്റ്. പിന്നെ ഐ വുഡ് മേക്ക് എ ടൈം ടേബിൾ ഫോർ മൈസെൽഫ് ഓൾസോ. ഇപ്പോൾ പ്രിലിംസ് മെയിലാണെങ്കിൽ ഞാൻ മാർച്ച് തൊട്ട് ഒരു കോംപ്രിഹെൻസീവ് റിവിഷൻ ടൈം ടേബിൾ ഉണ്ടാക്കും. സോ പ്രിലിംസിന് മൈ ഗോൾ ഇസ് ഐ നീഡ് 3 റിവിഷൻസ്. അപ്പോൾ ഫസ്റ്റ് റിവിഷൻ വുഡ് ബി വെരി കോംപ്രിഹെൻസീവ്. അപ്പോൾ പോളിറ്റിക്ക് ഐ വുഡ് അസൈൻ 6 days, എക്കണോമിക്ക് ഐ വുഡ് അസൈൻ 5 days. സെക്കൻഡും തേർഡും റിവിഷൻ അത്രയും കോംപ്രിഹെൻസീവ് ആയിരിക്കത്തില്ല. ആൻഡ് ദാറ്റ് വുഡ് ഫോക്കസ് മോർ ഓൺ മിസ്റ്റേക്സ് ഐ മെയ്ഡ് ഡ്യൂറിങ് ടെസ്റ്റ് സീരീസ് അങ്ങനെയൊക്കെ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ദീസ് ആർ ദ മെയിൻ തിങ്സ് ദാറ്റ് ഐ ഫോളോഡ് ഫോർ പ്രിലിംസ്. ഓക്കെ, ഇതിൽ ടെസ്റ്റ് എടുത്ത് തന്നെയാണ് പലരും നമ്മുടെ കുട്ടികൾ പഠിക്കുക. അപ്പം ഈ ടെസ്റ്റ് എടുക്കുമ്പം പലരും ആ ടെസ്റ്റ് എടുക്കുന്നതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് മാർക്ക് അവർ വിചാരിച്ച പോലെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗോപികയ്ക്കും ഈ മാർക്കിൻ്റെ ഒരു പ്രശ്നം ഗോപിക ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റുകളിലും ചിലപ്പം എഫേർട്ട് ഇട്ടിട്ട് മാർക്ക് കൂടുന്നില്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഗോപികയ്ക്ക് ഉണ്ടായിരുന്നു? എനിക്ക് പൊതുവെ താല്പര്യമുള്ള സബ്ജക്ട്സിൽ എനിക്ക് അത് ഫേസ് ചെയ്തേണ്ടി വന്നിട്ടില്ല. ഫോർ എക്സാമ്പിൾ പോളിറ്റിയുടെ ഒക്കെ ടെസ്റ്റ് ആണെങ്കിൽ എനിക്കത് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കത് സ്കോർ ചെയ്യാൻ പറ്റി. എന്നാൽ ഇപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചറോ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ വരുമ്പോൾ സ്കോർ ഇച്ചിരി കുറയും. ബട്ട് ദ തിങ് ഇസ് നമ്മൾ അത് കാരണം നമ്മൾ ഒരിക്കലും മാറിപ്പോയത്. ബിക്കോസ് അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. ബിക്കോസ് ആ ടെസ്റ്റ് സീരീസ് വീണ്ടും പഠിക്കുക എന്നുള്ളതാണ് ഇത്. സോ വാട്ട് ഐ വുഡ് കൺസിഡർ എ ഫുൾ റിവിഷൻ ഇസ് എൻ്റെ ബേസിക് നോട്ട്സ് ഞാൻ പഠിക്കും. പിന്നെ ഈ ടെസ്റ്റ് സീരീസും ഐ വുഡ് റിവൈസ്. ടെസ്റ്റ് സീരീസും റിവൈസ് ചെയ്യും, PYQും റിവൈസ് ചെയ്യും. സോ ഒരു സബ്ജക്റ്റിന് അത്രയും ചെയ്താലേ അതൊരു കോംപ്രിഹെൻസീവ് റിവിഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ ഈ ടെസ്റ്റ് സീരീസ് നമ്മൾ അവിടെ ചെയ്ത ആ മാർക്ക് അവിടെ കളയുമല്ല, ആ മാർക്കിൽ നിന്ന് നമ്മൾ കുറച്ച് ലേണിങ്സ് എടുക്കണം. സോ ഏത് ടെസ്റ്റ് സീരീസ് ആയാലും അതിനെ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്താലേ നമ്മളത് എഴുതുന്നത് കൊണ്ടൊരു യൂസ് ഉള്ളൂ. ഈ മെയിൻസിന് ഗോപിക ചെയ്തൊരു കാര്യം, വെറുതെ പോയിന്റുകൾ എഴുതിയിട്ട് കാര്യമില്ല, സബ്സ്റ്റാൻഷിയേഷന് വേണ്ടി എക്സാമ്പിൾസും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എൻ എക്സ്ട്രാ എഡ്ജ് യു വുഡ് ബി ഗെറ്റിംഗ്. അതുപോലെ തന്നെ പ്രിലിംസിന് ഡിഡിന്റ് യു തിങ്ക് ഓഫ് ഗെറ്റിംഗ് സം എക്സ്ട്രാ എഡ്ജ്? കാരണം ഈ കൺവെൻഷൻ ബുക്കുകളാണ് പഠിച്ചതെന്ന് പറഞ്ഞു, പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതുകൂടെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട്. സർ ഐ തിങ്ക് എക്സ്ട്രാ എഡ്ജ് വുഡ് കം ഫ്രം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ന്യൂസ് പേപ്പേഴ്സിൽ നിന്നായിരിക്കും എനിക്ക് ഒരു എക്സ്ട്രാ എഡ്ജ് കിട്ടുന്നത്. ബിക്കോസ് ഞാൻ ന്യൂസ് പേപ്പേഴ്സ് നല്ലപോലെ വായിക്കുന്ന ഒരാളാണ്. ആൻഡ് അതിൽ ഞാൻ നോട്ട്സും ഉണ്ടായിരിക്കും. സോ സം ക്വസ്റ്റ്യൻസ് ലൈക്ക് പ്ലേസസ് ഇൻ ന്യൂസ് ആൻഡ് ആ പ്ലേസസ് ന്യൂസിലുള്ള പ്ലേസസും അതിൻ്റെ ആയിട്ടുള്ള ഇപ്പോൾ കറസ്പോണ്ടിങ് അവിടെ എന്താണ് നടക്കുന്നത്, ലൈക്ക് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ആണോ, ഒരു കൂ ആണോ വന്നത്, എൻവയോൺമെൻറ്റൽ ക്രൈസിസ് ആണോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. സോ ഐ തിങ്ക് ദാറ്റ് ക്വസ്റ്റ്യൻസ് ന്യൂസ് പേപ്പർ റെഗുലറായിട്ട് വായിക്കുന്ന ആൾക്ക് അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ബിക്കോസ് നമുക്കിപ്പോൾ അറിയാം സുഡാനിൽ മിലിറ്ററിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഓർ DRCയും റൊവാൻഡയും തമ്മിൽ കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ട്. ദീസ് ആർ തിങ്സ് യു വുഡ് റീഡ് ഇൻ ദ ന്യൂസ് പേപ്പർ മൾട്ടിപ്പിൾ ടൈംസ്. സോ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് ബേസ്ഡ് അവെയർനെസ് വരാൻ എനിക്ക് ആക്ച്വലി ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ് തോന്നുന്നത്. അല്ലാതെ ബേസിക് ബുക്സ് ആണ് ഒരു മെയിൻ ഗോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂസ് പേപ്പർ റീഡിംഗ് വുഡ് ബി ഇമ്മensely helpful in all stages of the exam. നമുക്ക് മെയിൻ സ്റ്റേജിലേക്ക് വരാം. മെയിൻ സ്റ്റേജിൽ ഒരു ആൻസറിന് വേണ്ടുന്നതായിട്ടുള്ള ഏറ്റവും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ. ഐ തിങ്ക് ആൻസറിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത 3 കാര്യങ്ങൾ വുഡ് ബി ഫസ്റ്റ് ആൻസറിൽ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ സബ് പാർട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ആ സബ് പാർട്സ് എല്ലാം ഇല്ലെങ്കിൽ നമുക്കതൊരു നെഗറ്റീവ് മാർക്കിംഗ് ആയിരിക്കും. ബിക്കോസ് ബാക്കി ആസ്പിറൻസ് അത് എഴുതിയിട്ടുണ്ട്, നമ്മളത് വിട്ടുപോയാൽ നമുക്കൊരു പ്രശ്നമായിരിക്കും. പിന്നെ ഒഴിച്ചുകൂടാവുന്നത് എക്സാമ്പിൾസ് തന്നെയാണ്. ബിക്കോസ് റൈറ്റിംഗ് എ പോയിന്റ് ആൻഡ്
റൈറ്റിംഗ് ആൻ ആക്ച്വൽ എക്സാമ്പിൾ ഇസ് വാലിഡേറ്റിംഗ് ദാറ്റ് പോയിന്റ്. സോ അങ്ങനെ ഒരു വാലിഡേഷൻ വരുമ്പോഴാണ് നമുക്ക് ആ പോയിന്റിനൊരു മീനിങ് വരുന്നതായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും ആ പോയിന്റ് എഴുതാമല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ PYQs ഒഴിച്ചുകൂടാൻ പറ്റാത്തതൊന്നാണ് ഫോർ ആൻസർ റൈറ്റിംഗ് ഓൾസോ. ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വേറൊരു ഫോം തന്നെയാണ് പിന്നെയും നമ്മൾ മെയിൻസിൽ കാണുന്നത്, പ്ലസ് സം കറണ്ട് അഫയേഴ്സ്. സോ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്രയും കോംപ്രിഹെൻസീവായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ ഒരു 10 yearsൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ വീക്കിൽ നോക്കും. ഒരു വീക്കിൽ നമുക്ക് അതിൻ്റെ എൻഡിൽ ഒരു മെയിൻസ് ടെസ്റ്റ് സീരീസ് കാണുമല്ലോ. സോ ആ വീക്കിൽ ഞാൻ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്രയും ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ക്വസ്റ്റ്യൻ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് തന്നെയാണ്. ഹൗ മച്ച് യു പ്രാക്ടീസ് ഡ്യൂറിംഗ് ദ ടൈം ബിറ്റ്വീൻ പ്രിലിംസ് ആൻഡ് മെയിൻസ്? പ്രിലിംസ് കഴിഞ്ഞിട്ട് വി വുഡ് ലൈക്ക് ഫോളോ എ മെയിൻസ് ടെസ്റ്റ് സീരീസ്, റൈറ്റ്? സോ ആ ടെസ്റ്റ് സീരീസിന് എഴുതുന്നതും അല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ സോൾവ് ചെയ്യുന്നു പറഞ്ഞല്ലോ, ദാറ്റ് ഐ വുഡ് ആക്ച്വലി അറ്റംപ്റ്റ് ടു റൈറ്റ് ബൈ മൈ സെൽഫ്. സോ അത് എഴുതിയിട്ട് ഐ വുഡ് റെഫർ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആൻസർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, അതിനെങ്ങനെ എൻട്രി ചെയ്യാം അങ്ങനത്തേത്. സോ എന്നും ഒരു 2 ആൻസർ എഴുതും. സോ മേ ബി ഐ വുഡൻ റൈറ്റ് ദ ഫുൾ ആൻസർ, ബട്ട് ഐ വുഡ് അറ്റ്ലീസ്റ്റ് സ്ട്രക്ചർ ചെയ്യും, ആൻസറിനെ സ്ട്രക്ചർ ചെയ്യും. ഓർ ജസ്റ്റ് പോയിന്റ്സ് ഇങ്ങനെ നമുക്കൊരു ഫുൾ ആൻസർ എഴുതാൻ ചിലപ്പോൾ മെയിൻസിൻ്റെ ആ ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ്റെ സമയം എന്നും ഒരു ആൻസർ എഴുതാൻ ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ ആൻസറിന് എന്ത് ആൻസർ ഞാൻ എഴുതുന്നത് ഞാൻ പെട്ടെന്ന് കുറച്ച് പോയിന്റ്സ് എഴുതും. സോ ലൈക്ക് ഐ വുഡ് നോ നീളത്തിൽ എഴുതാൻ പിന്നെ ഞാൻ നോക്കിക്കോളാം ലൈക്ക് വാട്ട് പോയിന്റ്സ് ലൈക്ക് കം ടു മൈ മൈൻഡ് ഫസ്റ്റ് ആൻഡ് അതിൽ എന്ത് എക്സാമ്പിൾസ് ചെയ്യും. സോ ഐ വുഡ് ലൈക്ക് ജോട്ട് ഡൗൺ ദോസ് പോയിന്റ്സ് വെരി ക്വിക്ക്ലി. ഗോപികയുടെ ആൻസറിൽ ഗോപികയ്ക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ ഈ ഒരു ക്വാളിറ്റി എനിക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് ഈ ഒരു എൻ്റെ ആൻസറിൽ കുറച്ച് കൂടുതലുണ്ട്? സ്റ്റാൻഡിങ് ഔട്ട് ആസ്പെക്ട് ഓഫ് യുവർ ആൻസർ, വാട്ട് ഈസ് ദാറ്റ്? ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്, അത് തന്നെയാണ്, എക്സാമ്പിൾസ് തന്നെയാണ്. അത് ഞാൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാലും എനിക്ക് ഡൗട്ടാണ്. ബിക്കോസ് എനിക്ക് മെയിൻസ് ആണ് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഈ പ്രോസസ്സിൽ തോന്നിയിട്ടുള്ളത്. ബിക്കോസ് ഈ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നത് കൊണ്ടും ഐ പ്രിഫർ ഡൂയിങ് ന്യൂമറിക്കൽസ് ഓവർ റൈറ്റിംഗ് തിയറി ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് എൻജിനീയറിംഗ് ഓൾസോ. സോ അതിൽ നിന്നൊരു ചേഞ്ച് വരുന്നപ്പോൾ എനിക്ക് ഐ ആക്ച്വലി ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റൈറ്റ് മെയിൻസ് ആൻസർ. സോ ഐ ഹാഡ് ടു വർക്ക് എ ലോട്ട്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റും സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് കുറേ വർക്ക് ചെയ്യേണ്ടി വന്നു അതിൽ നിന്ന് വരാൻ. അപ്പോൾ ബാക്കി ആസ്പിറൻസിൻ്റെ അത്രയും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ചില സമയം തോന്നാറുള്ളത്. ഇതിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു മെയ്ഡ് എ സ്വിച്ച് ഫ്രം എഞ്ചിനീയറിംഗ് ടു എ സോഷ്യൽ സയൻസ് ബേസ്ഡ് എക്സാം. അപ്പം ഈ സ്വിച്ച് എളുപ്പമായിരുന്നു? എന്താ ഈ സയൻസിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം തോന്നിയൊരു വലിയ ബുദ്ധിമുട്ട് ഇതല്ല എന്തെങ്കിലും? ഐ തിങ്ക് നമുക്ക് ഈ വായിക്കാനുള്ള എമൗണ്ട് ഓഫ് തിങ്സ് ഇസ് സോ മച്ച്. സോ അത് എനിക്ക് അതിൻ്റെ റിറ്റൻഷനായിട്ട് ഇച്ചിരി കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എനിക്ക് തോന്നി ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി ആ കോൺസെപ്റ്റ് പിന്നെ നമ്മുടെ ഓൺ വേർഡ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതിയാൽ മതി. ഓർ ലൈക്ക് യു ക്യാൻ അഡ്ജസ്റ്റ് ബൈ ഡൂയിങ് ന്യൂമറിക്കൽസ് ആൻഡ് ഓൾ. ബട്ട് ആൻഡ് കുറച്ച് മാത്തമാറ്റിക്കൽ അപ്രോച്ച് ഉണ്ടല്ലോ എല്ലാത്തിനും. ദിസ് വുഡ് ബി ലൈക്ക് കുറച്ച് തിയററ്റിക്കൽ അപ്രോച്ച് ആണല്ലോ. സോ നല്ല റിവിഷൻ വേണം, കുറേ പ്രാവശ്യം വായിക്കണം. ആൻഡ് പെട്ടെന്ന് കുറച്ച് നാൾ പഠിക്കാത്ത, സ്കൂളിൽ പഠിച്ച കാര്യങ്ങളുടെ ഒരു ബേസ് ഉണ്ട്, എന്നാലും പെട്ടെന്ന് പഠിക്കാത്ത കാര്യങ്ങളാണ് വീണ്ടും പഠിച്ചു തുടങ്ങുന്നത്. ഹിസ്റ്ററി പഠിക്കുന്നു, പോളിറ്റി പഠിക്കുന്നു. സോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് എഫേർട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും. ടോപ്പേഴ്സ്കോപ്പി എല്ലാവരും ഉപയോഗിച്ച് പഠിക്കാറുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ സെലക്റ്റഡ് സബ്ജക്ട്സിനാണ് ടോപ്പേഴ്സ്കോപ്പി യൂസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ എസ് എത്തിക്സിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടോപ്പേഴ്സ്കോപ്പി യൂസ് ചെയ്തിട്ടുണ്ട്. എസ്സേക്ക് പഠിക്കുമ്പോൾ ടോപ്പേഴ്സ്കോപ്പിയിൽ നിന്ന് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസും സ്റ്റോറീസും അങ്ങനത്തെ ഇതൊക്കെ കിട്ടും. സോ അതെല്ലാം ഞാൻ എൻ്റെ ഇതിലോട്ടും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ എത്തിക്സിൻ്റെ ഇതിലും അവർ കേസ് സ്റ്റഡീസ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തേക്കുന്നത്, ഓർ ഇപ്പം ലൈക്ക് നമുക്കൊരു 6 കേസ് സ്റ്റഡീസ് എഴുതാനുള്ളതിൽ തന്നെ അതൊരു റെപ്പറ്റേറ്റീവ് ഫോമിലാവാതെ കുറച്ച് മാറ്റങ്ങൾ എങ്ങനെ വരുത്തി എഴുതാം, സോ ദാറ്റ് എക്സാമിനറിന് ബോറടിക്കാതിരിക്കാൻ, അങ്ങനെയുള്ള ഇതൊക്കെ ടിപ്സ് എല്ലാം ഞാൻ ടോപ്പേഴ്സ്കോപ്പീസ് നിന്നാണ് എടുത്തത്. എസ്സേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ അപ്പാർട്ട് ഫ്രം റൈറ്റിംഗ് എസ്സേസ്? അപ്പാർട്ട് ഫ്രം റൈറ്റിംഗ് എസ്സേസ് ഞാൻ ആക്ച്വലി ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. കോഡ്സ് ഞാൻ എസ്സേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഫോർ ഈച്ച് സബ്ജക്റ്റ്. ലൈക്ക് സയൻസിന് വേണ്ടി വരുമ്പോഴത്തേക്കും സയൻസും റിലീജിയനും തമ്മിൽ കാൾ സേഗൻ്റെ ഒരു കോട്ട് പഠിക്കുക, ഓർ എൻവയോൺമെൻറ്റിനെ റിലേറ്റ് ചെയ്ത് ഇപ്പം സർവ്വധർമ്മ സമഭാവ പോലത്തെ കുറച്ച് കോട്ട്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ കോട്ട്സ് പഠിക്കുക. വിമൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എസ്സേസ് വരുമ്പോൾ വിമൻ റിലേറ്റഡ് കോട്ട്സ് പഠിക്കുക. പിന്നെ കുറച്ച് ഓതേഴ്സിനെയൊക്കെ നോക്കി വയ്ക്കുക. എനിക്ക് റീഡിങ് ഒരു ഇൻട്രസ്റ്റ് ഹാബിറ്റ് ആയതുകൊണ്ട് ഞാൻ ഓതേഴ്സ് എഴുതിയ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് പഠിക്കുക, അതൊക്കെയാണ് ഞാൻ ചെയ്തത്. പിന്നെ എത്തിക്സിനും കുറച്ച് IAS ഓഫീസേഴ്സിൻ്റെ കേസ് സ്റ്റഡീസ് പഠിച്ചു വയ്ക്കുക, അതൊക്കെ ചെയ്തത് എസ്സേന് ഓൾസോ യൂസ്ഫുൾ ആയിരുന്നു എനിക്ക്.
ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് വരാം. അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്? ഇൻ്റർവ്യൂവിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെയാണോ വെച്ചേക്കുന്നത് അതിനെക്കുറിച്ചുള്ള എല്ലാം നല്ല ഒരു നോളജ് ഉണ്ടാക്കുക എന്നാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്, എൻ്റെ ഒരു പ്രോജക്റ്റ് അറ്റൻഷൻ ബേസ്ഡ് സ്പീഡ് ഗവർണർ ഫോർ ഇലക്ട്രിക് വെഹിക്കിൾസ്. സോ അതിനെക്കുറിച്ച് എങ്ങനെ ചോദിച്ചാലും ഒരു നല്ല ഉത്തരം പറയാൻ പറ്റണം. ഞാൻ ചെയ്ത പ്രോജക്റ്റ് തന്നെയാണ്. അപ്പോൾ സോ ദേ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദാറ്റ്. കുറച്ച് ഡീപ്പർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എനിക്ക് ഫോർ എക്സാമ്പിൾ ദിസ് ഇൻ്റർവ്യൂവിൽ വേറൊരു കോൺസെപ്റ്റ്, സിമിലർ ഒരു കോൺസെപ്റ്റ് തന്നിട്ട് ഷീ ആസ്ക് മീ ടു ഡിസൈൻ ഇറ്റ്. സോ അതിൽ നമുക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഹോബീസിനെ കുറിച്ച്, നമ്മൾ വച്ചിട്ടുള്ള ഹോബീസിനെ കുറിച്ച് ഇൻഡെപ്തിൽ പഠിക്കുക. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ വച്ചിട്ടുള്ളത്. സോ അത് കുറച്ച് റിവൈസ് ചെയ്തിട്ട് പോകണം, ബിക്കോസ് നമ്മൾ എഞ്ചിനീയർ ആണല്ലോ. അപ്പോൾ ദേ വിൽ ആസ്ക് സം ക്വസ്റ്റ്യൻസ്, ദേ എക്സ്പെക്ട് അസ് ടു നോ ദീസ് തിങ്സ്. അപ്പോൾ സാർ എനിക്കൊരു PDF അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ. സോ ദാറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്, ബിക്കോസ് അതിൽ നമുക്ക് ഇന്ത്യയുടെ കറണ്ട് സ്റ്റേറ്റസ് എന്താണ്, EVയുടെ ചൈനയായിട്ട് എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ചൈനയുടെയും BYDൻ്റെ ടെക്നോളജിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാണ് പോയത്, ബിക്കോസ് ഇറ്റ് വാസ് ബിക്കമിങ് വെരി പോപ്പുലർ. പിന്നെ ഞാൻ എൻ്റെ ഓപ്ഷൻ ഫോറിൻ സർവീസ് വെച്ചിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ഫോക്കസ് ജിയോ പൊളിറ്റിക്സും IRലുമാണ് കൊടുത്തത്. സോ എനിക്കൊരു നോട്ടുണ്ട്, അതിൽ ഞാൻ IRൻ്റെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം ഇന്ത്യയും നെയ്ബർഹുഡായിട്ടുള്ള എല്ലാ റിലേഷൻസ്, പിന്നെ ന്യൂസിൽ വരുന്ന IR എല്ലാം ഞാൻ ഈ പീരീഡ് എന്ന് വെച്ചാൽ ഡിസംബർ ടു ഏപ്രിൽ വരെ എനിക്ക് സമയം ഉണ്ടായിരുന്നു. ഏപ്രിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. സോ അതിൻ്റെ ഇടയിൽ നടന്ന IRൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ആ ബുക്കിൽ എഴുതി. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും കൂടെ ജസ്റ്റ് നോക്കി, സോ ദാറ്റ് ഒരു കോംപ്രിഹെൻസീവ് ആൻസർ കൊടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ മോക്സും ഒരുപാട് 1-on-1 സെഷൻസും എടുത്താണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ഇതിനെ എൻറിച്ച് ചെയ്തത്. ചോദിച്ചതിൽ they asked me some questions about Kerala, because as you are an aspirant from Kerala, they expect you to know some things. കേരളത്തിലെ മലയാളം ലിറ്ററേച്ചറിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. 2 റൈറ്റേഴ്സും അവരുടെ 2 സ്പെഷ്യാലിറ്റീസും പറയാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച് അതിൽ എനിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഐവി ലീഗ് സ്കൂൾസിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. പിന്നെ ഇലോൺ മസ്കിനെയും പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള ഈ ഡൈനാമിക് എങ്ങനെയാണ് ജിയോ പൊളിറ്റിക്സിനെ എഫക്റ്റ് ചെയ്യുന്നത്, ബിക്കോസ് ഹീ ഈസ് ആക്ടിങ് ലൈക്ക് എ കോ പ്രസിഡന്റ്. സോ ഹൗ വുഡ് ദാറ്റ് എഫക്റ്റ് അമേരിക്കയിലെ ഇൻറ്റേർണലും എക്സ്റ്റേണൽ പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ എൻ്റെ ഹോബിയിൽ ഞാൻ വാച്ചിങ് ടെന്നീസ് എന്ന് വെച്ചിട്ടുള്ളതുകൊണ്ട് ടെന്നീസിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, വിച്ച് വാസ് ഇൻട്രസ്റ്റിംഗ് ഫോർ മീ ടു ആൻസർ, ബിക്കോസ് ഐ എം എ വെരി ആവിഡ് ഫാൻ. സോ അങ്ങനെ വെരി ഇൻട്രസ്റ്റിംഗ് ഇൻ്റർവ്യൂ ആയിരുന്നു. ആൻഡ് ദേ ആർ വെരി കോർഡിയൽ, ദേ ആർ വെരി ഫ്രണ്ട്ലി, ബിക്കോസ് ദേ വോണ്ട് ടു ഗെറ്റ് ടു നോ യുവർ പേഴ്സണാലിറ്റി. സോ അങ്ങനെ എനിക്കൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, ഇനി പ്രിപ്പറേഷന് വേറെ കുറച്ച് ആസ്പെക്ട്സിലേക്ക് വരാം. ഒന്ന് നോട്ട് മേക്കിംഗ്. സോ എത്രമാത്രം നോട്ട് ഉണ്ടാക്കി പഠിക്കുമായിരുന്നു? എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിലും സെക്കൻഡ് അറ്റംപ്റ്റിലും ഒരു ചേഞ്ച് ഓൾസോ തോന്നിയത് മെയിൻസിന് ഞാൻ ഇപ്രാവശ്യം നോട്ട് ഉണ്ടാക്കി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മെയിൻസിന് എനിക്ക് ക്ലാസ്സിലുള്ള ലെക്ചർ നോട്ട്സ് മാത്രമാണ് ഞാൻ കുറച്ച് നോക്കിയത്. പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ മെയിൻസിന് വേണ്ടി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എടുത്ത് ഞാൻ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് നോട്ട് ഉണ്ടാക്കി. സോ മെയിൻസ് ടെസ്റ്റ് സീരീസിന് പോകുന്നതിന് മുമ്പ് ഞാൻ ആ നോട്ട്സും എൻ്റെ നോട്ട്സും കൂടെ ഉണ്ട് സെപ്പറേറ്റ്, ഞാൻ മെയിൻസിൻ്റെ ടൈമിലുണ്ടാക്കിയത്. സോ അത് ആസ്പിറൻസിൻ്റെ ഒരു സൗകര്യം കൂടെ നോക്കി, ലൈക്ക് ഹൗ യു ക്യാൻ മാനേജ് യുവർ ടൈം. നോട്ട് അങ്ങനെ എക്സ്ട്രാ ഉണ്ടാക്കാൻ ടൈം ഉണ്ടെങ്കിലേ അത് ചെയ്യാവുള്ളൂ, ബിക്കോസ് ദാറ്റ് ഷുഡൻറ്റ് എഫക്റ്റ് യുവർ റെസ്റ്റ് ഓഫ് യുവർ പ്രിപ്പറേഷൻ. ബട്ട് എനിക്കിപ്പോൾ പോളിറ്റിയിൽ കുറേ ജഡ്ജ്മെൻറ്റ്സ് പഠിക്കാനും പിന്നെ കുറേ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിൽ റിലേറ്റഡ് ആയിട്ട് വന്ന കുറേ ന്യൂസ്, അതിനെല്ലാം ഇപ്പോൾ ഗവർണറിൻ്റെ അങ്ങനെ ഇപ്പോൾ ഐ വുഡ് ടേക്ക് എ പേജ് ആൻഡ് ലൈക്ക് സ്പീക്കർ, ആൻഡ് സ്പീക്കറിൻ്റെ എല്ലാം അതിനകത്ത് കാണും, ലൈക്ക് ആർട്ടിക്കിൾ, കേസ് ഡീറ്റെയിൽസ്, സ്പീക്കറിൻ്റെ ഈ ഇടയ്ക്ക് വന്ന എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ അങ്ങനത്തെ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കിയത് വാസ് റിയലി ഹെൽപ്ഫുൾ, ബിക്കോസ് എനിക്കത് പിന്നെ റിവൈസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയി. നമ്മൾ മെയിൻസിൻ്റെ സിലബസ് അനുസരിച്ച് നോട്ട് ഉണ്ടാക്കുന്നത് കുറച്ച് ബൾക്കി അല്ലേ, അതിനായിട്ട് അവസാനം പിന്നെ റിവിഷൻ ചെയ്യാൻ വരുമ്പോൾ ഈ ബൾക്കി നോട്ട് കൂടെ പോകുന്ന സമയം പോവില്ലേ? ഞാൻ സെക്കൻഡ് ഉണ്ടാക്കിയ നോട്ട് വാസ് ക്രിസ്പ്. ഇറ്റ് ഈസ് ഒരു ബുക്കിൽ ഞാൻ ഒതുക്കി അതിന് വെച്ചു. സോ ലൈക്ക് ഇപ്പോൾ സ്പീക്കറിന് ഞാൻ ആ 1 പേജിൽ അതിനെ ഒതുക്കി എഴുതും, സോ ദാറ്റ് ഇറ്റ് ഡസൻ ഗോ ബിയോണ്ട് ദാറ്റ്. സോ അങ്ങനത്തെ crisp, like if I get a question based on speaker, okay, I would have 5 points positives and like comparison to some other country, and അങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കും. ഡിജിറ്റൽ നോട്ട്സ് ട്രൈ ചെയ്തിട്ടുണ്ടോ അതോ ഫുൾ റിട്ടൺ നോട്ട്സ് ആയിരുന്നു? കുറേ ഞാൻ ആക്ച്വലി എനിക്ക് സ്ക്രീൻ അധികം യൂസ് ചെയ്താൽ നല്ല തലവേദന വരുന്നതുകൊണ്ട് ഞാൻ മാക്സിമം നോട്ട്സ് റിട്ടൺ ആണ്. പിന്നെ നമുക്ക് മെയിൻസ് ടെസ്റ്റ് സീരീസിൽ ഇങ്ങനെ കുറേ ഡിജിറ്റൽ നോട്ട്സ് കിട്ടുന്നുണ്ട്, അതെല്ലാം പിന്നെ ഞാൻ എഴുതാൻ പോയിട്ടില്ല. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിജിറ്റൽ നോട്ട്സ് ഐ വുഡ് കീപ്പ് ഇറ്റ് ഡിജിറ്റൽ. If I am making notes, then it would be written notes because of the screen. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ്.
പത്രം വായന ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം പത്രം വായിക്കാൻ ഒരു ദിവസം എത്ര സമയം സ്പെൻഡ് ചെയ്യായിരുന്നു? അതിൽ നിന്ന് നോട്ട് ഉണ്ടാക്കുമായിരുന്നു? ഞാൻ പത്രത്തിൽ നിന്ന് നോട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാൻ പത്രം വായിക്കുമെങ്കിലും ചില സമയം ഞാൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മൈ മൂഡ്. ചില സമയം എനിക്ക് നല്ല പഠിക്കുന്ന മൂഡിലാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ പത്രം വായിക്കാനൊന്നും മൂഡ് കാണത്തില്ല. സോ ഞാൻ ചില സമയം ഐ വുഡ് ലൈക്ക് റീഡ് 3 ന്യൂസ് പേപ്പേഴ്സ് ഇൻ 1 ഡേ. അങ്ങനെ ഐ വുഡൻ റെക്കമെൻഡ് ടു ദാറ്റ് ടു എനി കാൻഡിഡേറ്റ്, ബിക്കോസ് അതൊരു മടി ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും പിന്നെ അത് കാണുമ്പോൾ. ബട്ട് എനിക്കത് ശീലമായതുകൊണ്ട് ഐ വുഡ് ഡു ദാറ്റ്. അപ്പം ഞാൻ ന്യൂസ് പേപ്പറിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കാറുണ്ട്. ദാറ്റ് വുഡ് ബി ലൈക്ക് 1 സെൻറ്റൻസ് ജസ്റ്റ് ടു നോ ദ കോണ്ടെക്സ്റ്റ്. ലൈക്ക് മെയിൻസിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ വേർ ദിസ് ക്വസ്റ്റ്യൻ കെയിം ഫ്രം ആ ക്വസ്റ്റ്യൻ്റെ കോണ്ടെക്സ്റ്റ് അറിയാൻ വേണ്ടി ഞാനത് എഴുതിയിടാറുണ്ട്. പിന്നെ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു ടൈം ഇസ് അറൗണ്ട് ഐ തിങ്ക് ഒരു 1.5 hours കൂടുതൽ പോകാറില്ല. ബിക്കോസ് ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ മെയിൻസിൻ്റെ ടൈം ആണെങ്കിൽ ഐ വുഡ് റീഡ് ഫ്രണ്ട് പേജ്, IRൻ്റെ ബാക്കിലത്തെ പേജ് ആൻഡ് നാഷണൽ ന്യൂസ് എഡിറ്റോറിയൽ. സ്റ്റേറ്റ് ന്യൂസ് ഒന്നും വായിക്കത്തില്ല ബിക്കോസ് നാഷണൽ ന്യൂസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഐ വുഡ് റീഡ് ദ ഹോൾ ന്യൂസ് പേപ്പർ. സോ അപ്പോൾ കുറച്ചും കൂടെ ടൈം എടുക്കും ബിക്കോസ് you are supposed to know what is happening in the state also. So different times different reading of newspaper. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ്. സോഷ്യൽ മീഡിയ ഒരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു പ്രിപ്പറേഷൻ ടൈമിൽ? സോഷ്യൽ മീഡിയ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്താണ് യൂസ് ചെയ്തത്. ബിക്കോസ് എനിക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കണം, എൻ്റെ കോളേജിലെയും സ്കൂളിലെയും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കണം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. സോ അതുണ്ടായിരുന്നു. ഞാനൊരു ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ലൈക്ക് 20 minutes ടൈമർ അത്ര യൂസ് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. പിന്നെ ലൈക്ക് മെയിൻസിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ ബേസിക്കലി മാക്സിമം ഉപയോഗിക്കാതിരിക്കാൻ നോക്കും. ബട്ട് ഐ തിങ്ക് റെസ്ട്രിക്റ്റഡ് യൂസേജ് വർക്ക് ഫോർ മീ. ബട്ട് ലൈക്ക് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ എന്തായാലും കുറച്ച് ടൈം വേസ്റ്റ് ആയിപ്പോകും. ഐ എം ഓൾസോ ക്യൂരിയസ് ഓൺ ദിസ് ആസ്പെക്ട്. കാരണം ഈ ബാച്ച് ഓഫ് ടോപ്പേഴ്സ് ChatGPT വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബാച്ചാണ്. അപ്പം ഐ എം ജസ്റ്റ് ക്യൂരിയസ് ഹൗ ദിസ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പെർഹാപ്സ് ഷേപ്ഡ് യുവർ പ്രിപ്പറേഷൻ. I didn't use ChatGPT for my mains preparation, but I used it for interview preparation. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിലെ ഇൻ്റർവ്യൂവിലും സെക്കൻഡ് അറ്റംപ്റ്റിലെ ഇൻ്റർവ്യൂവിലും ഞാൻ ChatGPTയും ജെമിനിയും യൂസ് ചെയ്തായിരുന്നു. സോ ലൈക്ക് അതിൽ ഞാൻ ഒന്ന് ഫോർ ഇൻഫർമേഷൻ കളക്ഷൻ, ബിക്കോസ് എന്തെങ്കിലും ടോപ്പിക്ക് കൊടുത്താൽ ഇറ്റ് വിൽ ഗിവ് എ കോംപ്രിഹെൻസീവ് ആൻസർ. നൗ ദാറ്റ് ഐ റിമെമ്പർ ഞാൻ എസ്സേക്ക് യൂസ് ചെയ്തായിരുന്നു ChatGPT. ബിക്കോസ് ആ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ലൈക്ക് എസ്സേയുടെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുത്തിട്ട് ഐ വുഡ് ഗിവ് ദ പ്രോംപ്റ്റ് ലൈക്ക് ഗിവ് മീ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ പോയിന്റ്സ് ഫോർ ദിസ് എസ്സേ. സോ ദാറ്റ് വുഡ് ഒരു കോംപ്രിഹെൻസീവ് കവറേജ് ജനറേറ്റ് ആയി തന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അങ്ങനെ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ അത് യൂസ്ഫുൾ ആണ്. ഇൻ്റർവ്യൂവിൽ ഓൾസോ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയും നമുക്ക് വേണമെങ്കിൽ ChatGPT യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ലേണിംഗ് ജർമ്മൻ ഒരു ഹോബി ആയിട്ട് എൻ്റെ ഡാഫിൽ വെച്ചിട്ടുണ്ട്. സോ ഐ ആക്ച്വലി ടൈപ്ഡ് ഇൻ ലേണിംഗ് ഇഫ് യു കീപ് ലേണിംഗ് ജർമ്മൻ ആസ് എ ഹോബി വാട്ട് വുഡ് ആൻ ഇൻ്റർവ്യൂവർ ആസ്ക് ഇൻ എ ജോബ് ഇൻ്റർവ്യൂ. സോ അത് കുറച്ച് പ്രോംപ്റ്റ്സ് തന്നു. അത് ബേസ് ചെയ്ത് ഞാനും കുറച്ച് എൻ്റെ പ്രിപ്പറേഷൻ അതിനനുസരിച്ച് മാറ്റി. സോ ദാറ്റ് വാസ് ഹെൽപ്ഫുൾ. പിന്നെ എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്, കാരണം പ്രിപ്പറേഷൻ വിജയിക്കുന്ന ഒരാൾ പ്രിപ്പറേഷൻ്റെ ടൈമിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അവരുടെ സക്സസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. Something that you have developed during your school days would have probably contributed to your success. സ്കൂളിൽ ചെയ്തിരുന്ന ചില ശീലങ്ങളോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തെടുത്ത സ്കിൽസോ ഒക്കെ പിന്നീട് ഈ സിവിൽ സർവീസിൻ്റെ ഒരു സക്സസ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് എൻ്റെ കാര്യത്തിൽ ഐ വുഡ് സേ ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. ബിക്കോസ് സ്കൂൾ തൊട്ടേ ഞാൻ ഐ വാസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്. ഞാൻ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു, കോളേജിലും എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം ലൈക്ക് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു. സോ ഐ ഫൗണ്ട് ഇറ്റ് എ ബിറ്റ് ഈസിയർ ടു ഇൻവെസ്റ്റ് അവേഴ്സ് ഇൻ UPSC. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓൾസോ എനിക്ക് 14-15 hours പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ 10 to 12 hours ആണ് എൻ്റെ മാക്സിമം. അതാണ്. സോ എനിക്ക് എല്ലാ ആസ്പിറൻസിനോടും പറയാനുള്ളതെന്ന് വെച്ചാൽ ലോങ് അവേഴ്സ് പഠിക്കുന്നേക്കാളും നമ്മൾ കൺസിസ്റ്റൻ്റ്ലി 10 to 12 hours എന്നും എഫക്റ്റീവ്ലി പ്രൊഡക്റ്റീവ്ലി ആ സമയത്തിട്ട് യു ക്യാൻ മേക്ക് ഇറ്റ് എന്നുള്ളതാണ്. സോ പ്രൊഡക്റ്റീവ് പറഞ്ഞപ്പോൾ എനിക്ക് ട്രിഗർ ചെയ്തത് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി ടൂൾസ് ഡിഡ് യു യൂസ്? പ്രൊഡക്ടിവിറ്റി ടൂൾസ് ഒന്നും അങ്ങനെ ഞാൻ സെപ്പറേറ്റ് അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് എക്സാമിന് ലൈക്ക് ദിസ് ഈസ് എ റെപ്പറ്റേറ്റീവ് പ്രോസസ്. യു ഹാവ് ടു ഗോ ത്രൂ മൾട്ടിപ്പിൾ തിങ്സ് ലൈക്ക് ഒരുപാട് പ്രാവശ്യം. സോ അത് വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ പ്രത്യേകിച്ചും ചെയ്തില്ല. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിച്ച് ബോർ അടിക്കുകയാണെങ്കിൽ അടുത്ത സബ്ജക്റ്റ് എടുക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ് എനിക്കുള്ളത്. സോ ഐ വുഡ് സ്വിച്ച് സബ്ജക്ട്സ് ഓർ ലൈക്ക് ചില സമയം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് നീങ്ങുന്നില്ലെങ്കിൽ ഞാൻ ബാക്കിൽ നിന്ന് വായിച്ചു തുടങ്ങും. സോ ദാറ്റ് ഐ കുഡ് കവർ ഇറ്റ്. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കി വെക്കാമെന്ന് നോക്കും.
പിന്നെ നമ്മുടെ ഈ സക്സസ്സിലെ ഒരു ലക്കിൻ്റെ ഒരു പെർസെൻറ്റേജ് എത്ര? Yes, I have actually, because I think it does play a factor, because you need 3 things to go right. എന്നുവെച്ചാൽ പ്രിലിംസ് നന്നാവണം, മെയിൻസും നന്നാവണം, ഇൻ്റർവ്യൂ നന്നാവണം, എന്നാലേ നമ്മൾ ആ ലിസ്റ്റിൽ വരുള്ളൂ. സോ ഐ തിങ്ക് അത് പ്ലേസ് എ ഫാക്ടർ. ആൻഡ് ഞാൻ പണ്ടിങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ട് വേർ ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് ലക്ക് മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്യുന്നത്. സോ അത് കണ്ടതിന് ശേഷം എനിക്ക് ലക്കിൽ കുറച്ച് വിശ്വാസമുണ്ട്. വെരാറ്റസിൻ്റെ വീഡിയോ ആണ്. സോ yes, so I do think luck plays a factor, but I think hard work smart work കൂടെ നമുക്ക് ആ ലക്കിനെ അതിജീവിക്കാനും പറ്റും. സോ അങ്ങനത്തെ ഒരു ഇതും ഉണ്ട്. സോ യെസ്, അതുകൊണ്ട് തന്നെ ലക്കിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് പ്രോബ്ലി ഓൾമോസ്റ്റ് ഓൾ കാൻഡിഡേറ്റ്സിന് ഇത് ഫാമിലി ആയിരിക്കും. അപ്പം എങ്ങനെയാണ് അത് ആ സപ്പോർട്ട് സിസ്റ്റം ഹെൽപ്പ് ചെയ്തത്? ഐ തിങ്ക് അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടായിരുന്നു. ബിക്കോസ് അവർ എനിക്കിങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ റിസൈൻ ചെയ്ത് എനിക്ക് വീട്ടിൽ നിന്ന് പഠിക്കാനുള്ളൊരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നതും പിന്നെ അവർ ഒരിക്കലും എൻ്റെ മണ്ടയിൽ ഒരു പ്രഷർ ഇട്ടിട്ടില്ല. അപ്പോൾ ലൈക്ക് ഞാനിപ്പം എൻ്റെ പ്രഷറെല്ലാം സെൽഫ് പുട്ടാണ്. ഓക്കെ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ലൈക്ക് ഓക്കെ ഒന്ന് സമാധാനിക്കൂ, അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ട്. ആൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഫെയിലിയറാണ് സംഭവിച്ചത്. അപ്പോൾ ആ സമയത്തും അവരെന്നെ മോട്ടിവേറ്റ് ആണ് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് ഓക്കെ 8 മാർക്സിനാണ് അന്ന് ഞാൻ കട്ട് ഓഫ് മിസ്സായത്. അപ്പോൾ അവരൊക്കെ 8 മാർക്സ് അല്ലേ, നമുക്ക് അത് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കാണല്ലോ, അങ്ങ് തീരെ ഇതായില്ല. അപ്പോൾ അവർ പറഞ്ഞു, അപ്പം എനിക്ക് ഇനി എഴുതാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഒരു അറ്റംപ്റ്റും കൂടെ കൊടുത്താൽ മതി, ആൻഡ് ദെൻ യു ഡു വാട്ട് എവർ യു വോണ്ട്. സോ അവരെപ്പോഴും എന്നെ പോസിറ്റീവ്ലി മോട്ടിവേറ്റേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഐ തിങ്ക് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കോളേജിലെ ഫ്രണ്ട്സും എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സും അവരൊന്നും UPSC സർക്കിളിലല്ല. സോ ബട്ട് അവർക്ക് എൻ്റെ ഡിഫിക്കൽട്ടി എപ്പോഴും മനസ്സിലാവും. സോ അവരെന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഞാനിപ്പോൾ വെളിയിൽ കറങ്ങാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെന്നെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് ഒരു മണിക്കൂർ കറങ്ങിയിട്ട് തിരിച്ച് കൊണ്ടാക്കുമായിരുന്നു. സോ അങ്ങനെ സപ്പോർട്ടീവ് ഫ്രണ്ട്സ് ഉള്ളതും നമുക്ക് ആക്ച്വലി UPSC എക്കോസിസ്റ്റത്തിന് വെളിയിലുള്ള കുറച്ച് ഫ്രണ്ട്സും വേണം. ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കുറച്ച് ഡിഫറൻസ് വരും. സോ അങ്ങനത്തെ ഫ്രണ്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവരെല്ലാം എന്നെ ഇതുവരെ എത്തിച്ചത്. ഇനിയിപ്പോൾ പ്രിലിംസ് അടുത്ത് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ലാസ്റ്റ് 1 month വാട്ട് യു തിങ്ക് ഇസ് ദ അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ടു ഡു? ലാസ്റ്റ് 1 month ഐ തിങ്ക് ഫോക്കസിങ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഫോക്കസിങ് ഓൺ ബേസിക് മെറ്റീരിയൽ. ദാറ്റ് വുഡ് ബി ദ മെയിൻ ഇത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്താൽ തന്നെ നമുക്ക് UPSCയുടെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സും UPSC ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഏതാണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ആ ഏരിയാസ് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്താൽ നമുക്ക് പ്രിലിംസിന് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കാലെടുത്ത് വെക്കുന്ന ആൾക്കാർ, ഐ മീൻ ദേ ആർ വെരി ക്യൂരിയസ്. ഞാൻ അവരോട് ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ നിന്ന് ഗോപിക മനസ്സിലാക്കിയിട്ടുള്ള ലെസൺസ് എന്ത് മെസ്സേജ് ആയിട്ടായിരിക്കും കൊടുക്കുക? I think one lesson is balancing your mental health with the preparation is very important, because നമ്മൾ എത്ര പഠിച്ചിട്ടും നമ്മൾ അവിടെ പോയി ടെൻഷൻ അടിച്ചാൽ പ്രിലിംസ് നമ്മൾ അവിടെ തോറ്റു, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ബിക്കോസ് ദിസ് ഇസ് എ മെൻറ്റൽ ഗെയിം ഓൾസോ. അണ്ടർ ദാറ്റ് പ്രഷർ വി ഹാവ് ടു ഡു ദീസ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഇൻ്റർവ്യൂവിനെ നമ്മൾ ഫേസ് ചെയ്യണമെങ്കിലും നമുക്ക് ആ മെൻറ്റൽ സ്ട്രെങ്ത് ആണ് വേണ്ടത്. സോ ഞാൻ മെൻറ്റൽ ഹെൽത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതർ ദാൻ ദാറ്റ് നമ്മളെല്ലാം നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഫിസിക്കൽ ഹെൽത്താണ്. ഈവൻ ഐ നെഗ്ലക്റ്റഡ്. ബിക്കോസ് ഞാൻ ജിമ്മിൽ പോകുമായിരുന്നു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് തുടങ്ങിയപ്പോൾ ഞാനതങ്ങ് നിർത്തി. ഫുൾ ടൈം UPSC അത് പഠിക്കാൻ തുടങ്ങി. ഞാൻ ലൈക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ മെയിൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ നല്ലപോലെ വന്നായിരുന്നു. എനിക്ക് എണീറ്റിരുന്ന് പഠിക്കാൻ ഒക്കില്ലായിരുന്നു, കിടന്ന് പഠിക്കേണ്ട അവസ്ഥയായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ മെയിൻസ് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ ചെയ്തു തുടങ്ങി. ലൈക്ക് സ്വിമ്മിങ് ഒക്കെ പോകാൻ തുടങ്ങി. സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് വേണ്ടി നമ്മൾ ഒരു കുറച്ച് സമയം മാറ്റി വെച്ചാൽ not only does this physical health activity help you with maintaining your physical health, അത് കുറച്ച് മെൻ്റൽ ഹെൽത്തും കൂടെ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് എൻഡോർഫിൻസ് റിലീസ് ആയി നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കും. സോ അതും കൂടെ പറ്റുമെങ്കിൽ എല്ലാവരും അതും കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. എനിവേ ഒത്തിരി സന്തോഷം. നമുക്കൂടെ അഭിമാനമുള്ളൊരു വിജയമാണ് ഗോപികയുടെ. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ നയിക്കാൻ പോകുന്ന ഒരു കൂട്ടം യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയാണ് ഗോപിക സെലക്റ്റഡ് ആയിരിക്കുന്നത്. ഒരു രാജ്യം ഒരുപാട് പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരാളുകൂടെയാണ്. അപ്പോൾ എല്ലാ വിജയാശംസകളും. താങ്ക് യു സർ. സിവിൽ സർവീസിൻ്റെ സക്സസ് പോലെ തന്നെ സർവീസിലും വിജയം കൈവരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. Lead IAS, #1 IAS Academy in Kerala.